ഗൈസ് ഞങ്ങൾ ഡെല്ലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇത് വേറെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് 4:30ക്കാണ് നമ്മളെ ബസ് വരുന്നത്. അപ്പോൾ അതുവരെ ഫുഡ് കഴിക്കുന്ന ടൈമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ പോയി. എന്നിട്ട് ഇന്ന് എവിടുന്ന് കയറിയ കടലിൽ. ഇവരും നമ്മളെ കൂടെ തന്നെ ഉള്ളതാണ്. ഗൈസ് ഞങ്ങൾ എസ്എമ്മിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് റഹ്മത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പേർക്ക് ഫുഡ് വേണ്ട. അപ്പോൾ എനിക്ക് എന്തായാലും ഫുഡ് വേണം. ഫുഡ് കഴിക്കാൻ റഹ്മത്ത് പോകാനാണ് പ്ലാൻ ഇട്ടെങ്കിലും സമയം കുറവായതുകൊണ്ട് തന്നെ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് കഴിക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ എസ്എമ്മിലേക്ക് വന്നു. നമ്മൾ വീട്ടിൽ കണ്ടിരുന്ന ഒരു ബിരിയാണി കടയിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് ഉള്ളിലോട്ടായിട്ട് 100 രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്ക് റീൽസിലൊക്കെ കാണായിരുന്നു കേട്ടോ. എപ്പോഴേലും വരാമെന്ന് വെച്ച് ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ അടുത്തുനിന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം വഴി അറിയില്ലായിരുന്നു. ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട്. ബസ്സിൽ കയറി ഇരുന്നതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ചുരമൊക്കെ എത്തിയപ്പോഴാണ് എഴുന്നേറ്റത്. അങ്ങനെ നൈറ്റ് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ ഡെല്ലിൻ്റെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. വൈകുന്നേരം നമ്മൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ ചേകാടി ഫോറസ്റ്റിലാണുള്ളത്. ഇവിടുന്ന് കബനി റിവറിൻ്റെ അങ്ങോട്ട് പോകും. അവിടെ എന്താണെന്നുള്ള അറിയില്ല. അവിടെ ഈ പോകുന്ന വഴിക്ക് ഇവിടെ നല്ല ഭംഗിയാണ് ഇട്ട് നിർത്തിയതാണ്. നല്ല ഭംഗിയുള്ള കാടുണ്ട്. ഇവിടെ ആനയുണ്ട്. പിന്നെ കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പേടിയുണ്ട്, പക്ഷെ എന്നാലും പോയി നോക്കാം. ഈ പോകുന്ന വഴി മുഴുവൻ കാടാണ്. അതിനിടയിൽ കൂടി ഒരു റോഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. അങ്ങനെ ആദ്യം കണ്ട വഴിയിൽ തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടോ. കാരണം നല്ല ഭംഗിയാണിത് കാണാൻ. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചു. അടുത്ത കണ്ട വള്ളിയിൽ ചാടി കയറിയതാണ് സലീല്. ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കാർക്കും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം താഴെ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ചു നേരം അവിടേക്ക് ഇരുന്നു. പിന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം കളയാതെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലെത്തി. ഗൈസ് നമ്മളിവിടെ അടുത്ത ലൊക്കേഷനിൽ വന്ന് അതിലും ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ താഴോട്ട് പോവാണ്. നല്ല സൂപ്പർ സ്ഥലം. ഫുൾ കാടാണ്. പക്ഷെ ആന വരുമോ എന്ന് ചെറിയ സംശയമുണ്ട്. വേറൊരു സ്ഥലത്ത് നിർത്തി. ഇതുവരെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടില്ല. ഇന്നലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇന്നലെ 11 മണിക്ക് എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെ നമ്മളിവിടെ പുൽപ്പള്ളിയിൽ എത്തിയപ്പം രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പുൽപ്പള്ളി എത്തി. അവിടെ നിന്ന് ഡെല്ലിൻ്റെ വീട്ടിലായിരുന്നു. ഡെല്ലിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചു. കുറച്ച് അവിടെയൊക്കെ ചില്ല് ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ വൈകുന്നേരം ഇവിടെ അടുത്ത ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങിയതാണ്. ചേകാടി എന്ന് പറഞ്ഞ അടിപൊളി സ്ഥലം. ഈ പോകുന്ന വഴികളാണ് എത്തിയിട്ടില്ല. അതെന്താന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ പോകുന്ന വഴികള് സൂപ്പർ, രക്ഷയില്ല. ഞാൻ ആദ്യം വരണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. ചേകാടി എന്നായിരുന്നു കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടത്. അതിനി നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നു. അവിടേക്ക് നല്ല എക്സ്പെക്ടേഷനിലായിരുന്നു കേട്ടോ നമ്മൾ പോയത്. പക്ഷെ എത്തി നോക്കുമ്പോൾ അതൊരു ചെറിയ ടൗൺ ആണ്. അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഇതാണ് ചേകാടി എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള കാപ്പിക്കുന്നിലേക്ക് പോവാന്നുള്ള തീരുമാനത്തിലെത്തി. ചേകാടി ഫോറസ്റ്റ് ബ്യൂട്ടി പോയിന്റിലേക്കാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് പറഞ്ഞതാണത്. അവിടെ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയാൽ മാത്രമേ അറിയുള്ളൂ. ഗൂഗിൾ ബ്യൂട്ടി എന്ന് കാണുന്നത്. നമ്മള് എവിടെ കാപ്പിക്കുന്നുണ്ട്. ആനയല്ലേ, പോത്താണ്. നമ്മളിവിടെ കുറെ പോത്തിനൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ ആനയാണ്, പണ്ടന്മാര്. അങ്ങനെ നമ്മൾ കാപ്പിക്കുന്നെത്തി. ഇവിടുത്തെ ഇന്റർലോക്ക് ഇട്ട റോഡ് കയറി. ഇനിയിപ്പോൾ ഇവിടെ എന്താ കാണാമെന്ന് അറിയില്ല. കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാണ്. ഇതാണ് ഇവിടെ ട്രൈബൽ വാലി ഉണ്ട്. അല്ല, അതാ അവിടെ ഉണ്ട്. ഗൂഗിൾ മാപ്പ് പറഞ്ഞതാ. നമ്മൾ ട്രൈബൽ വാലിയിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആ ഇൻ്റർലോക്ക് ഇട്ട വഴിയിലേക്കാണ് വന്നത്. ഇവിടെ ഹിൽസിൽ മേഫ്ലവറിൻ്റെ മരങ്ങളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല. ഏത് വഴിയാണെന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വന്ന ഓരോ വഴികളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും എന്തേലും ഭംഗിയുള്ളതൊക്കെ കാണാനുണ്ടാവുമായിരുന്നു. കുറച്ചുകൂടി നേരത്തെ വന്നായിരുന്നെങ്കിൽ ഇനിയും കുറേ ടൈം നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് തോന്നി. പക്ഷെ നമ്മൾ കണ്ടുവന്ന ഓരോ വഴികളും അടിപൊളി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടം എന്ന് പറയാനുണ്ടായിരുന്നില്ല.
അത് വഴികാട്ടിയായ സലീലിനും ആയിഷയ്ക്കും ഞാൻ എൻ്റെ ആദ്യമേ തന്നെ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ നല്ല വഴിയായിരുന്നു. പിന്നെ ഈ വഴിയിലേക്ക് കയറിയപ്പം ഇത്തിരി കൂടെ നന്നായി. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. പക്ഷേ കുറച്ച് നമ്മൾ ഇച്ചിരി കൂടി നേരത്തെ വന്നായിരുന്നേ. പക്ഷെ അതിന് പകരം ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി, അതും അടിപൊളിയായിരുന്നു. അപ്പം ഇതും രണ്ട് സ്ഥലം അടിപൊളിയായിരുന്നു. രണ്ട് അതെ നല്ല അടിപൊളിയായിരുന്നു. വൃത്തിയായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. എല്ലാ കഴിച്ച് ഇത് തന്നെയാണ് കറക്റ്റ് ടൈമിങ്. അതെ, ഇവിടെ എത്താനായിട്ട് ഒത്തിരി കൂടെ വെയിലായിരുന്നു. ഇത് കറക്റ്റ് ഒരു ടൈമിംഗ് ആണ്. വെയിലൊക്കെ ആറി നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സമയമാണിത്. സമയവും സ്ഥലവും ആണിത്. ഈ സ്ഥലം കാപ്പിക്കുന്നാണ്. കാപ്പിക്കുന്ന് കാപ്പിയൊന്നും കാണില്ലെങ്കിലും അതെ, അടിപൊളി സ്ഥലം. ഡെലിനൊക്കെ എന്താ പറയാനുള്ളത്? അവസാനമായിട്ട് എൻ്റെ വ്ളോഗിൽ ഇതിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും. പെട്ടെന്നൊന്നും ഡെലിന വ്ളോഗിൽ വരുന്നുണ്ടാവില്ല. അപ്പോൾ ഡെലിനൊക്കെ എന്താ ലാസ്റ്റ് പറയാനുള്ളത്? പറഞ്ഞോ. സമാധാനമല്ലേ? ഓ, ഒരു വലിയ ഒരു സമാധാനം കിട്ടും. അവസാനമായിട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ വളരെ നല്ല വ്ളോഗുകളായിരുന്നു ഇതുവരെ. ആയിഷയുടെ കണ്ടന്റ് എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഇതൊക്കെ ഇതുവരെ ഇതെല്ലാം ഒരു ആയിഷ ഒറ്റയ്ക്ക് പരിശ്രമിച്ചിട്ടാണ് ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടിയത്. ആയിഷ തന്നെ എല്ലാ ഫോണിലും പോയി ആയിഷയുടെ വീഡിയോ തന്നെ കണ്ടോണ്ടിരിക്കും. എല്ലാവരെയും കൊണ്ട് ആയിഷ തന്നെ എല്ലാവരെയും പോയി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഈ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ആയിഷയെ എല്ലാവരും ഒന്ന് സഹായിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി പിടിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ആനനെ കാണാൻ പോയില്ല. രണ്ട് കമ്പന്മാരാണ്. പേടിയായതുകൊണ്ട് പോവാം. അപ്പോൾ ബൈ ഗൈസ്.